ഇല്ല, ഞാൻ ബേസിക്കലി ഒരു പ്ലാൻ ഇല്ലാതെ വളരെ ആകസ്മികം എന്നൊക്കെ പറയുന്ന പോലെ വന്നതാണ് സോഷ്യൽ മീഡിയയിലേക്ക്. നമ്മൾ സ്ത്രീ വേഷം വരെ കെട്ടേണ്ടി വന്നിട്ടുണ്ട്. താടി മീശ എടുക്കേണ്ടി വന്നില്ല. 15 to 25 മില്യൺ എന്നൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞ 2.5 കോടി ജനങ്ങളാണ്. അപ്പോൾ അത്രയും ആൾക്കാരിലേക്കൊക്കെ നമ്മളെ വീഡിയോസ് എത്തുന്നുണ്ട്. എനിക്ക് ആക്ച്വലി ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ഞാൻ എൻ്റെ പോക്കറ്റിലേക്ക് എടുക്കാറില്ല. അത് കുറയുന്നതാണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടവും. മറ്റത് നമ്മൾ കൂടുതൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ആൾക്കാരിലൂടെ താല്പര്യം കുറവാണ്. കാരണം ഒറ്റയടിക്ക് ഈ ഇഷ്യൂ വന്ന സമയത്ത് ഫോളോവേഴ്സിൻ്റെ ഇങ്ങനെ ഒരു കയറ്റമായിരുന്നു. സീരിയസ്. കാരണം ഫോളോ ചെയ്യാത്തവരെ ഫോളോ ചെയ്ത് ഇനി എന്താണ് സംഭവിക്കുന്നത് അറിയാനായി. രാവിലെ നമ്മൾ ഏത് ഫുഡ് കഴിക്കുന്നതിനേക്കാളും പഴങ്കഞ്ഞിയൊക്കെ കുടിക്കാനാണ് ഇഷ്ടം. അത് തലേ ദിവസമൊക്കെ ഉണ്ടാക്കി വെക്കുന്നതും അങ്ങനെയുള്ള നാടൻ ഭക്ഷണങ്ങളോടാണ് താല്പര്യം. നാടൻ കടകൾ, ചെറിയ കടകൾ. സേഫ് കാർ എന്റർടൈൻമെന്റ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മുകേഷിനായിട്ട് ഒരുപാട് വിശേഷങ്ങൾ ചർച്ച ചെയ്തു. എന്നാലും മുകേഷൻ ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട്, നമുക്ക് ബാക്കി വിശേഷങ്ങൾ കേൾക്കാം. അതുപോലെ തന്നെ ഈ ഇടയായിട്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിൽ ഒരു സമയം എല്ലാ റീൽസിലും ചെയ്യേണ്ട ഒരു റീൽസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഫീൽഡിൽ എപ്പോഴും ഒരു ഇനോഗ്രേഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഇടയായിട്ട് കുറച്ച് അതിൽ നിന്ന് ഒരു ബാക്ക്വേർഡ് അല്ലെങ്കിൽ ഒരു കുറവ് സംഭവിച്ചതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, നമ്മൾ ചെയ്യുന്ന പഴയതിനേക്കാളും കൂടുതൽ ഇനോഗ്രേഷൻസും പ്രൊമോഷൻസും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് കൂടി എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് ഞാൻ ഈ കണ്ടന്റിൻ്റെ പ്രിഫറൻസ് കുറച്ച് കൂടുതലും സോഷ്യൽ റെലവൻസ് ഉള്ള കണ്ടന്റ്സിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത്. കാരണം ഇപ്പോഴും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ആണുങ്ങളുടെ പ്രശ്നങ്ങളായാലും ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രൊമോഷൻസും ഓഫ് കോഴ്സ് ഇനോഗ്രേഷൻസ് എല്ലാം ചെയ്യുന്നുണ്ട്. മുമ്പ് അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്ന ഞാൻ ഇപ്പോൾ കൂടുതൽ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം നമ്മളിപ്പം നമ്മൾ ചെയ്യേണ്ടതായ കുറേ കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ചെയ്താൽ മാത്രം മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന കുറേ കാര്യങ്ങളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഷാലുവായിട്ട് ചേർന്നിട്ട് ഒരു വീട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ. അപ്പം നമ്മളങ്ങനെ കുറേ നീഡി ആയിട്ടുള്ള കുറേ ആൾക്കാരും കുറേ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് കൂടുതലേക്ക് ടൈം, സോഷ്യൽ ഡൊണേഷൻ അല്ലേ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചാരിറ്റി ബിഗിൻസ് ഫ്രം ഹോം എന്ന് പറയുന്ന പോലെ. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ അതിലോട്ട് നമ്മളെ സോഷ്യൽ മീഡിയയിലെ നല്ലൊരു റവന്യൂ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. എനിക്ക് ആക്ച്വലി ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ഞാൻ എൻ്റെ പോക്കറ്റിലേക്ക് എടുക്കാറില്ല. അത് ഈ ഇപ്പോൾ ഡോളേഴ്സായിട്ട് കിട്ടുന്നത് ഫുള്ളി നമ്മൾ ഫിലാന്ത്രപ്പിക്ക് വേണ്ടിയിട്ട് ഫുള്ള് സ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം പൊതുവേ ഷാലു ഒക്കെയാണ് നമ്മളിത് പറയുന്നത്. കൂടുതലും നിങ്ങൾ അത്തരത്തിലെ കാര്യങ്ങളിലേക്ക് ഇപ്പം 2 കൈയും കാലും ഇല്ലാത്തൊരു കുട്ടിയുണ്ട്, സന്ധ്യ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും, ട്രിവാൻഡ്രത്തൊരു ഇൻഫ്ലുവൻസറാണ്, അവർ വ്ളോഗറൊക്കെയാണ്. അപ്പോൾ അവർക്കൊരു വീഡിയോ നമ്മളിപ്പം വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ പുറകെ ഇങ്ങനെ കുറേ സമയം ഇപ്പോൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ പുറകെയാണ്. പിന്നെ ഈ പറയുന്ന മുമ്പൊക്കെ എല്ലാ ഇനോഗ്രേഷൻസിൻ്റെ വീഡിയോ ഒക്കെ നമ്മളങ്ങനെ പോസ്റ്റ് ചെയ്യും. ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ അതിലോട്ട് പോകുന്നുള്ളൂ. അത് കുറയുന്നതാണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടവും. മറ്റത് നമ്മൾ കൂടുതൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ആൾക്കാരിലൂടെ താല്പര്യം കുറവാണ്. കാരണം ഞാനൊന്നാമത് 1000+ ഇനോഗ്രേഷൻസ് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഞാൻ ഈ നമ്മുടെ കേസ് ബെയില് അതിനുശേഷം ഞാൻ തിരിച്ചെത്തുമ്പം എനിക്കൊരു അത്ര സമയമില്ലാത്ത സമയത്തിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഇനോഗ്രേഷൻസും പ്രൊമോഷൻസും ചെയ്യേണ്ടി വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ആൾക്കാർക്ക് അത്രയും അതിൻ്റെ ഒരു അത് നമ്മൾ അത് മനസ്സിലാക്കുന്നു, അത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനാണ്. അല്ലെങ്കിൽ ഈ ഒരു വളരെ പാടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളത് ഫൈറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സക്സസ് ആണെന്ന് കാണിച്ചു കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അതെല്ലാം നമുക്ക് വിഷമവും ബുദ്ധിമുട്ടുമായിട്ടൊക്കെ മാറുമായിരുന്നു. ഓക്കെ, നമ്മൾ ഒരുപാട് സോഷ്യൽ ലൈഫിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനി കുറച്ച് പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വാട്ട് ഇസ് യുവർ ഫേവറേറ്റ് ഫുഡ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഒരു ഫുഡ് ബ്ലോഗറിൻ്റെ ആൻസർ? എനിക്ക് നാടൻ ഫുഡാണ് ഭയങ്കര ഇഷ്ടം. നാടൻ ഭക്ഷണങ്ങളെല്ലാം ഇഷ്ടമാണ്. പൊതുവേ ഈ പറയുന്ന കണക്ക് പഴങ്കഞ്ഞിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ നമ്മൾ ഏത് ഫുഡ് കഴിക്കുന്നതിനേക്കാളും പഴങ്കഞ്ഞിയൊക്കെ കുടിക്കാനാണ് ഇഷ്ടം. അത് തലേ ദിവസമൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നതും അങ്ങനെയുള്ള നാടൻ ഭക്ഷണങ്ങളോടാണ് താല്പര്യം. നാടൻ കടകൾ, ചെറിയ കടകൾ, അങ്ങനത്തെ കടകളാണ് എപ്പോഴും ടേസ്റ്റ്, എപ്പോഴും ചെറിയ കടകളിലാണ്. തിരുവനന്തപുരത്താണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കട ഏതായിരിക്കും? ചെറിയ കടയാണ് കൂടുതലും. നമ്മുടെ കട്ടച്ചൽ കുഴി അത് ഭയങ്കര ഇഷ്ടമാണ്. തിരുവനന്തപുരത്ത് ചിക്കൻ പെരട്ട്, റജീല മട്ടൺ ആണെങ്കിൽ റജീലയാണ് പ്രൈമറി പ്രിഫറൻസ്. പിന്നെ ബസ്മി, അങ്ങനെ കുറേ ഹോട്ടൽസ് ഉണ്ട്. ബട്ട് പ്രൈമറി പ്രിഫറൻസ് റജീലയാണ്. റജീലയുടെ മട്ടൺ ശ്രീനിവാസം. ചെറിയ ആടാണ് അവർ കട്ട് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്.
പിന്നെ ഫിഷ് ആണെങ്കിൽ ദേവി ഹോട്ടൽ നമ്മുടെ കൈതമുക്ക്, അവിടുത്തെ ചൂര ഫ്രൈ ഭയങ്കര യുണീക്കാണ്. അങ്ങനെ പല പല എല്ലാം ചെറിയ കടകളാണ്. ഓക്കെ, എന്താണ് ഏറ്റവും ഇഷ്ടം ചെയ്യാനായിട്ട്? വാട്ട് ഇസ് എ ഫേവറേറ്റ് ഹോബി? കൂടുതലും ട്രാവൽ ചെയ്യും എന്നുള്ളതാണ്. എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓരോ പുതിയ രാജ്യങ്ങളിൽ പോകാനും അവിടുത്തെ ഓരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും അങ്ങനെ ഇഷ്ടമുള്ള ആളാണ്. ഇപ്പം എപ്പോൾ UAE പോയാലും നമ്മൾ അവിടുന്ന് നിയറസ്റ്റ് ആയിട്ട് പോകുമ്പോഴത്തേക്ക് എനിക്ക് UAE വിസ ഉണ്ട്. അപ്പോൾ കുറേ രാജ്യങ്ങളിൽ വിസ എടുക്കാതെ പോകാൻ പറ്റും. UAE വിസ ഉണ്ടെങ്കിൽ GCC ആയാലും അങ്ങോട്ട് കുറേ രാജ്യങ്ങളിൽ. അപ്പോൾ അങ്ങനെ കുറേ രാജ്യങ്ങളിൽ അങ്ങനെ പോകാറുണ്ട്. പെട്ടെന്ന് അവിടുന്ന് പോകാൻ എളുപ്പമാണ്. UAE ചെന്ന് കഴിഞ്ഞാൽ മിക്ക രാജ്യങ്ങളിൽ പോകാനും വളരെ എളുപ്പവും അടുത്തുമാണ്. അതുകൊണ്ട് അവിടെ സെൻട്രലൈസ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു വർഷത്തിൽ ഒരു 180ഓളം ദിവസം അവിടെ ആയിരിക്കും. കാരണം ഒരു NRI അതിനൊരു സ്റ്റാറ്റസ് ഉണ്ട്. നമ്മളത് വർക്ക് ചെയ്യുക, അതിൻ്റെ നമ്പർ ഓഫ് ഡേയ്സ് കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻറ്റെയിനിങ് ആയിട്ട് ആ ഡേറ്റ് ഇവിടെയും അവിടെയായിട്ടാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വിസ ഹോൾഡറും കൂടെ ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. UAE ഒഫീഷ്യലി വിസ ഉള്ള ആളാണ്. അപ്പം അതുകൊണ്ട് ട്രാവലാണ് ഇപ്പം ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത്. സോ ഒരു സക്സസ് ആയിട്ടുള്ള ഒരാളാണ്. ചെറുപ്പത്തിൽ ഇങ്ങനെ വിചാരിച്ചിരുന്നു ഒരു കാലത്ത് ഇത്രയും വലിയൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവുമെന്നും ഇത്രയും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് മാൻ ആയിട്ട് മാറുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ബേസിക്കലി ഒരു പ്ലാൻ ഇല്ലാതെ വളരെ ആകസ്മികം എന്നൊക്കെ പറയുന്ന പോലെ വന്നതാണ് സോഷ്യൽ മീഡിയയിലേക്ക്. നമ്മളൊരു വീഡിയോ അബദ്ധത്തിൽ പോസ്റ്റായി, അത് വൈറലായി, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യേണ്ടി വന്നു. അങ്ങനെ പിന്നെ ഇടുന്ന വീഡിയോകളെല്ലാം അങ്ങനത്തെ വീഡിയോസ് എല്ലാം സക്സസ് ആവുന്നുണ്ട്. ഞാൻ ചെയ്ത പ്രൊമോഷൻ ഇപ്പോഴും നമ്മളുടെ ഈ ചെയ്ത പ്രൊമോഷൻ റെക്കോർഡ്സ്, അതിൻ്റെ വ്യൂസ് അതൊന്നും ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പം 15 to 25 മില്യൺ എന്നൊക്കെ പറഞ്ഞാൽ 25 മില്യൺ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 2.5 കോടി ജനങ്ങളാണ്. അപ്പോൾ അത്രയും ആൾക്കാരിലേക്കൊക്കെ നമ്മളെ വീഡിയോസ് എത്തുന്നുണ്ട്. അത് അതൊരു മനഃപൂർവ്വം നമ്മളിപ്പം എല്ലാ വീഡിയോയും നമ്മൾ അത്ര എത്തിക്കണം എന്ന് അങ്ങനെ ഒരു എഫേർട്ടൊന്നും നമുക്കൊരു വാശിയൊന്നും പിടിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ വീഡിയോയ്ക്കും നല്ല എഫേർട്ട് എടുക്കാറുണ്ട്, ഒരുപാട് എഫേർട്ട് എടുക്കാറുണ്ട്. പല രീതിയിൽ, പല വേഷങ്ങൾ, പല രീതിയിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഇടയ്ക്ക് നമ്മുടെ ഒരു സാരി ഷോപ്പ്, ഒരു പ്രീമിയം ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ട് നമ്മൾ സ്ത്രീ വേഷം വരെ കെട്ടേണ്ടി വന്നിട്ടുണ്ട്. താടി മീശ എടുക്കേണ്ടി വന്നില്ല. കമന്റ് ഒക്കെ അതിൻ്റെ അടിയിൽ ഉണ്ടായിരുന്നു ഒരുപാട്, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ആ ഒരു ബ്രാൻഡിനെ നമ്മൾ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം എഫേർട്ട് എടുക്കാറുണ്ട്. ആ എഫേർട്ട് പരിധി വരെ വളരെ നല്ല രീതിയിൽ ഔട്ട്പുട്ട് കിട്ടാറുണ്ട്. ഓക്കെ, സോ ലാസ്റ്റ് ആയിട്ട് എന്താണ് നമ്മുടെ ഒരു ഫാൻസ്, അല്ലെങ്കിൽ മുകേഷ് നായരുടെ ഒരു ഫാൻസിനോട് എന്താണ് പറയാനുള്ളത്? ഞാനിപ്പോഴും എനിക്കങ്ങനെ ഫാൻ ബേസ് അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ കുറേ പേര് നമ്മൾക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് അയക്കാറും അല്ലെങ്കിൽ ഇതെല്ലാം ഉണ്ട്. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഒരുപാട് പേര് പല ഇഷ്യൂസുമായിട്ട് നമ്മളെ വിളിക്കാറും സംസാരിക്കാറൊക്കെ ഉണ്ട്. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുമുണ്ട്. ഞാൻ പറയില്ല, ഇവരെ ഫാൻസായിട്ട് കാണുമ്പോഴാണ്, നമ്മളതൊരു ഫാൻസായിട്ട് കാണുന്നില്ല, നമ്മളെ ഇഷ്ടമുള്ള ആൾക്കാരാണ്, ആ രീതിയിലാണ് നമ്മളെല്ലാവരെയും കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു വലിയ നന്ദിയാണ്. കാരണം നമ്മൾക്ക് ഒരു പ്രോബ്ലം വന്നപ്പോൾ പോലും എന്നെ ഒരു 99% എന്ന് പറയാം, 99% ആൾക്കാരും ഹൃദയത്തോട് ചേർത്ത് നിർത്തിയതേ ഉള്ളൂ. ഒരു പക്ഷേ എനിക്ക് പ്രോബ്ലം വന്നപ്പോഴാണ് എനിക്ക് കൂടുതൽ ഫോളോവേഴ്സ് കൂടിയത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒറ്റയടിക്ക് ഈ ഇഷ്യൂ വന്ന സമയത്ത് ഫോളോവേഴ്സിൻ്റെ ഒരു കയറ്റമായിരുന്നു. സീരിയസ്. കാരണം ഫോളോ ചെയ്യാത്തവരെ ഫോളോ ചെയ്ത് ഇനി എന്താണ് സംഭവിക്കുന്നത് അറിയാനായി. അപ്പോൾ ഞാൻ അതിൻ്റെ അപ്ഡേറ്റ്സ് ഡെയിലി വീഡിയോസ് ഇടുമായിരുന്നല്ലോ ഇഷ്യൂ വരുന്ന സമയത്ത്. അപ്പോൾ കൂടുതൽ ആൾക്കാർ നമ്മളെ കാണുന്നു അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ സന്തോഷമാണ്. ആ ഒരു സന്തോഷമാണ് ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു നെഗറ്റീവ് വന്നാൽ പോലും അത് പോസിറ്റീവായിട്ട് മാറ്റാൻ കഴിയണം. അതുപോലെ നമ്മളുടെ ഭാഗത്താണ് ശരിയെന്നുണ്ടെങ്കിൽ അതെപ്പോഴും നമ്മളെ അനുകൂലിച്ചും നമുക്ക് പോസിറ്റീവായിട്ട് മാറുള്ളൂ. കാരണം ഞാൻ പറയാം, എൻ്റെ ലൈഫിൽ എനിക്കൊരു പ്രോബ്ലം വന്ന സമയത്ത് ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തു. അതിനോടൊപ്പം തന്നെ ഞാൻ പറയില്ലേ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു വലിയൊരു മൂവ്മെൻറ്റ് ആ ഒരൊറ്റ ഇഷ്യൂ കൊണ്ട് എനിക്കും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാഹുൽ ഈശ്വറുമായിട്ട് ചേർന്ന് ഒരു പുട്ടപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റി. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കൂടിയും ഒരാളെ നമ്മളൊരു വ്യാജ പോക്സോ കേസിൽ നിന്ന് രക്ഷിച്ചു. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല, അത് ചെറിയ കാര്യമായിട്ട് കരുതുന്നില്ല. ഇന്ന് ഒരാൾ കേസിൽ പെടുന്നതെന്ന് പറയുന്നത് അയാൾ അതിൻ്റെ പേരിൽ നിരപരാധിയാണെങ്കിൽ ശിക്ഷ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ വിഷമമുള്ള കാര്യമാണ്. അത്തരത്തിൽ നിന്ന് ഒരുപാട് പേരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ദീപക് എന്ന് പറഞ്ഞൊരു സഹോദരൻ, ഷിംജിത എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ വ്യാജ വീഡിയോയിൽ ആത്മഹത്യ ചെയ്തപ്പോൾ പുള്ളിയുടെ ഫാമിലിക്ക് ഞാനും രാഹുലും ഈശ്വരും കൂടെ ചേർന്നിട്ടാണ് പോയി 3,27,000 രൂപ
നമ്മൾ കൊണ്ടുപോയി കൊടുത്തത്. നമുക്ക് അത്രയും റേസ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ ആദ്യം 1 ലക്ഷം രൂപ ഞാനും രാവിലെ കൂടെ കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മൾ പ്രതീക്ഷേനേക്കാളും പലരും നമ്മൾ മുന്നോട്ട് വന്ന് സഹായിച്ചു. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനിയും ചെയ്യാനായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് എൻ്റെ അത് പറയുന്നത്. കാരണം നമ്മളെല്ലാവരും ഒക്കെ ഒരുമിച്ച് നിന്നാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ എന്തായാലും നമ്മളോട് ഇത്രയും ടൈം ഉണ്ടായിരുന്നു. താങ്ക് യു.